അയ്യപ്പ സംഗമം CPM-ഉം പിണറായി വിജയൻ സർക്കാർ അവർ അറേഞ്ച് ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ ഒപ്പം തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായ കോമ്രേഡ് സ്റ്റാലിനെ അവിടെ വിളിക്കുന്നുണ്ടെന്ന് ഞാൻ വായിച്ചപ്പോൾ എനിക്കിത് ചിരിക്കണോ കരയണോ എന്നൊരു ആദ്യം ഒരു 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 ക്വസ്റ്റ്യൻ. എന്താണിത്? ജനങ്ങളെ വിഡ്ഢിയാക്കാൻ ഞാൻ കുറേ ഇവരുടെ ശ്രമങ്ങൾ കണ്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. ഒരു CPM ശബരിമലേൻ്റെ സമയത്ത് എന്തെല്ലാം ചെയ്തു, ഭക്തന്മാരെ ജയിലിലയച്ചു. ഇന്നും കുറേ ആൾക്കാർ ജയിലിലും കോർട്ടിലെല്ലാം പോകുന്നുണ്ട്. ഇത് CPM ചെയ്ത കാര്യങ്ങളാണ്. പിന്നെ കഴിഞ്ഞ ഒരു 4 കൊല്ലമായിട്ട് DMK സർക്കാരും സ്റ്റാലിൻ്റെ ഒരു മകൻ ഉദയനിധി സ്റ്റാലിൻ ഹിന്ദുക്കളെയും ഹിന്ദു സമുദായത്തിനെ കുറിച്ച് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്, ഹിന്ദു ഫെയ്ത്തിൻ്റെ എതിരെ എത്ര പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇവർ ഇന്ന് എലക്ഷൻ്റെ 4 മാസം മുമ്പ് ഇങ്ങനത്തെ ഒരു പരിപാടി നടത്തുന്നു. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ഒരു ട്വീറ്റും ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ഇത് കാണുമ്പോഴും കേൾക്കുമ്പോൾ ഹിറ്റ്ലർ ജൂതന്മാരുടെ ഒരു സെലിബ്രേഷനിൽ പങ്കെടുക്കുന്ന പോലെ, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി സത്യം പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ഹമാസും ജമാഅത്തെ ഇസ്ലാമിയും മറ്റേ മതങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്ന അതൊരു കമ്പാരിസൺ, അല്ലെങ്കിൽ ഒസാമ ബിൻ ലാഡൻ ഇന്ന് രാവിലെ എണീറ്റിട്ട് ഞാനൊരു പീസിൻ്റെ ആളാണെന്ന് പറയാൻ തുടങ്ങുന്ന പോലെയാണിത്. ഇത് ഇരട്ടത്താപ്പ് മാത്രമല്ല, ഇത് ജനങ്ങളെ വിഡ്ഢിയാക്കാൻ എത്രയോ കൊല്ലം ചെയ്യുന്ന ഇവരുടെ രാഷ്ട്രീയമാണ്. ഈ ഇലക്ഷൻ്റെ സമയത്ത് വന്ന് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ വിഡ്ഢിയാക്കാൻ നോക്കുന്ന രാഷ്ട്രീയം ഇവിടുത്തെ ജനങ്ങൾ, മലയാളിയും തമിഴന്മാരും ഇന്ത്യ മൊത്തം എല്ലാവരും കണ്ടതും കേട്ടതാണ്. ഇനി ഇത് നടക്കില്ല. ഇത് ഒരു പ്രകാരം ഞാൻ കാണുന്നത് അവരുടെ ഒരു ഡെസ്പറേഷനുമാണ്. അല്ല, ഉദയ സ്റ്റാലിൻ ഒരു തവണയല്ല, സുപ്രീം കോർട്ട് വരെ ഈ കേസ് പോയതാണ്. ഹിന്ദു സനാതന ധർമ്മത്തിനെതിരെ എന്തെല്ലാം വാക്കുകൾ ഉപയോഗിച്ച പാർട്ടിയാണ് DMK. എന്നിട്ട് ഇലക്ഷൻ്റെ 4 മാസം മുമ്പാണ് ഇപ്പോൾ അയ്യപ്പ സംഗമത്തിന് ചീഫ് ഗസ്റ്റായിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ജനങ്ങൾ വിഡ്ഢിയല്ല. ആ വിഡ്ഢിയാക്കുന്ന ഒരു രീതിയും ആ ഒരു രാഷ്ട്രീയവും അതിൻ്റെ കാലം കഴിഞ്ഞു. ഞാൻ സഖാവ് പിണറായി വിജയനോടും സഖാവ് സ്റ്റാലിനോടും പറയാൻ ആഗ്രഹിക്കുന്നത്.